ഞാൻ പെട്ടെന്ന് ട്യൂബറിലും കയറി വന്ന താഴെ കമന്റ് പോലും ഇടാതെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് റിമെമ്പർ ടൈം ഈസ് മണി. നമുക്ക് ഓരോ ടൈമിലും നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് പിന്നെ തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ ആ ടോപ്പിക് ബാക്കി കണ്ടിന്യൂ. കാരണം എന്ന് പറഞ്ഞാൽ ടൈം നമുക്ക് നമ്മുടെ ലൈഫിൽ 1 മിനിറ്റ് പോയാൽ പോലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. സമയമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, മണിയേക്കാൾ ഇമ്പോർട്ടന്റ് സമയമാണ്. അത് പറഞ്ഞു തന്നേരം താങ്ക്സ് ചേട്ടാ, ഞാനത് ഓർത്തില്ല, ഞാൻ വിട്ടുപോയ കാര്യം. ബിസിനസ്സുകാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടൈമാണ്. അതല്ലേ നമ്മൾ ഇതൊക്കെ വായിച്ചിട്ടില്ലേ? ആരാണ് ടൈം ഈസ് മണി എന്ന് പറയും. ടൈം ഈസ് മണി. ടൈമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. നമുക്ക് ഓരോ മിനിറ്റും എപ്പോഴും നമുക്ക് സെൻസ് ഓഫ് അർജൻസിയിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു അർജൻസി ഇല്ലെങ്കിൽ പോലും മറ്റൊരാൾക്ക് അത് അർജന്റ് ആണ്. സെൻസ് ഓഫ് അർജൻസി നമ്മൾ മെയിൻറ്റെയിൻ സാധിച്ചാൽ ബിസിനസ് ടൈമിന് നല്ലതായിട്ടാ. ബാക്കി ലൈഫിലോട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. പിന്നെ വേറൊരു ഓപ്ഷൻ, വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, അപ്പൊ ഫേസ് ടു ഫേസ് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ടൈമിൽ മാത്രമല്ല, നമുക്ക് ഈ മണി എന്ന് പറയാൻ മേക്ക് ചെയ്യുമ്പോൾ ഒരു മെയിൻ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫേസ് ടു ഫേസിൽ നോക്കുമ്പോൾ കണ്ണി നോക്കി സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ക്ലാസ് എടുക്കുന്ന കാര്യം ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പിന്നെ ലൈഫിൽ മണിയുടെ ഇമ്പോർട്ടൻസ് പിന്നൊരു ടൈമിൽ നാം തീർച്ചയായും പറയുന്നതായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നിന്നാൽ എനിക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. കാരണം കുഴപ്പമില്ല, ഇന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനേ ഉള്ളൂ. ഇതിങ്ങനെ സബ്ജക്ട് പോവും, ഇനി അടുത്ത ആള് വരണ്ടേ, ഇങ്ങനെ പോവും. സുമിത ഇത് നമ്മൾ അലക്സ് ബ്രോ ആണ് കേട്ടോ. നമ്മളെ ലൈവിൽ വരുമ്പോൾ എപ്പോഴും കാണുന്ന അലക്സ് ചേട്ടനാണ്. പേരെന്താ ലൈവ് മുതലാളിയുടെ ചോദിക്കുന്നുണ്ട്. അലക്സ് ബ്രോ ആണ് കേട്ടോ. അറിയില്ല, ഞാൻ എന്നെ അറിയത്തില്ല, സുമി മറന്നുപോയ. കൊള്ളാം. അപ്പോഴേക്കും സോറി കേട്ടോ, ഞാൻ കമന്റ് ഒന്നും വായിച്ചില്ല. ഓക്കെ, അപ്പൊ കമന്റ്സ് ഒക്കെ വായിച്ചോ. അഞ്ജൂസ് പറഞ്ഞു അപ്പോഴേക്കും വഴക്കിൽ വന്നിരിക്കും. അഞ്ജുനെ വിളിക്കുന്നുണ്ട് സുമി. ഓക്കെ, അപ്പൊ താങ്ക് യു. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് ഉണ്ട്. പിന്നെ അതേപോലെ മാത്രമല്ല, രാത്രി 12 മണിക്ക് നമ്മളെ ടുഗദർ ലൈവ് ഉണ്ട്. ന്യൂ ഇയർ നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ പോയിട്ട് വരാം. അപ്പൊ വീണ്ടും സന്ധിക്കും. ഞാനിപ്പോ നിർത്തും, അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. കറക്റ്റ് 12 മണിക്ക് വരാൻ വേണ്ടിട്ടാ. അല്ല, പതുക്കെ വന്നാൽ മതി. ലൈവ് സ്റ്റാർട്ട് ആയിക്കോട്ടെ, വന്നാൽ മതി. നമ്മൾ 4 മണി വരെ ഉണ്ട്. 4 മണിക്ക് ഉണ്ട്. 4 മണിക്കുണ്ടോ? അധികം ഓർക്കത്തൊന്നുമില്ല. ശരി, ഞാൻ കുറച്ച് ചെറിയൊരു പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ജോയിൻ ചെയ്യണം. താഴെ വരാം. ഓക്കെ, താങ്ക് യു. ഒത്തിരി സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം ഹൃദയത്തിനകത്ത്. അപ്പോ അഞ്ജൂസ് അതാ ചേച്ചിപ്പെട്ട ഇത് ഞാനൊക്കെ ലൈവാണ്. സുമി പറഞ്ഞു ഇത് അങ്ങോട്ട് മാറി, ചുമ്മാ പറഞ്ഞായിരിക്കും കേട്ടോ. ഇവൻ അങ്ങോട്ട് മാറിയത് ഡ്രസ്സ് എടുത്ത് വെള്ളത്തിലിട്ടോ. അയ്യോ ഞാനേ സുമി, ഞാനിങ്ങനെ ഇതിൽ ഉണ്ടെന്നോട്ടാ കേട്ടോ. ഞാന് മോഡറേറ്റ്, ഞാനേ പുതുക്കല്ലേ സുമിക്ക് ഇപ്പതാ കുപ്പായം തരാം. അയ്യോ, ഇതാ സുമിക്ക് നീലക്കുപ്പായം തന്നിട്ടുണ്ട് കേട്ടോ. ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പോ പിന്നെന്താ കാര്യം, ഇത് പുതിയ ലൈവാണോ? ഞാൻ 2 ദിവസം ആയുള്ളൂ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ വിഷയം ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ കമ്മ്യൂണിറ്റി ലിങ്ക് ഒന്ന് ഇട്ടോട്ടെ. 1 മിനിറ്റ്, ഞാൻ ബേബിയാണ്, അപ്പോൾ അതുകൊണ്ടാണ്. കോപ്പിയുടെ ഞാനീ മറന്നു പോകും ചെയ്തോണ്ടിരിക്കുമ്പോൾ, ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ അതാ അഞ്ജൂസ് വന്നിട്ടുണ്ട്, ആഡ് ഞാൻ കൊടുത്തേ. അഞ്ജുവേ, വെൽക്കം ടു ലൈവ് സ്ട്രീം. ബസ് കയറിക്കോ. ഇത് എവിടാണ്? ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോവാണോ? വഹീദ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഞാൻ ലിങ്ക് ആയി ഇടാൻ. വഹീദ സിസ്റ്റർ കണ്ടോ, അയർലൻഡിന്റെ കാഴ്ചകളൊക്കെ കണ്ടോ? ഗോൾവേ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ അയർലൻഡിലെ ഗോൾവേ. വിന്റർ കാഴ്ചകളാണ്. കുറച്ച് കാണിച്ചോ? ചേച്ചി വിചാരിച്ചത് ഇത് ഷാനിക്കയുടെ ലൈവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഡ്രസ്സ് മാറ്റി കളഞ്ഞെന്ന് വെച്ച് തല്ലുകൂടിയത്. അല്ലാതെ അലക്സായിട്ടല്ല പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതാണ് അങ്ങനെ വഹീദ സിസ്റ്ററിനും ബ്ലൂ കൊടുത്തിട്ടുണ്ട്. എന്തോ? ഞാൻ വണ്ടി കയറാൻ പോയി ഡബ്ലിനിലോട്ട്. ഡബ്ലിനിൽ ഫയർ വർക്കാന്നല്ലേ പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് വരിക. ഡബ്ലിലോട്ട് വരുവാന്നോ? അത് ഞാൻ ചുമ്മാ ഞാൻ വരുന്നില്ല, വെറുതെ പറഞ്ഞതാ. എനിക്കറിയാം അത്ര ദൂരം ഒന്നും വരുമോ. ഇതിന് വേണ്ടിയിട്ട് ഫയർ വർക്കിന് വേണ്ടിയിട്ട് ഇത്ര ദൂരം വരുമോ. ഞങ്ങൾ തമ്മിൽ എല്ലാവരും അറിയാതെ ഞങ്ങൾ തമ്മിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ ഡ്രൈവിംഗ് വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു നല്ല ആ പാട്ടൊന്ന് പാടുവോ? എന്നാ ഒരു പാട്ട് പാടുവോ? തുടക്കം നമ്മുടെ ആമക്കുഞ്ഞിന്റെ പാട്ട് മതി, അതാകുമ്പോ എളുപ്പമുണ്ട്.